എന്നിട്ട് ചോദിക്കുകയാണ്, ഓ ബട്ട് യു ഗൈസ് ഹാവ് എ മോർ ബ്ലാക്ക് സ്കിൻ ഇസിൻ്റെ. ഞാൻ UK വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, ഓ ഐ യു എ സൗത്ത് ഇന്ത്യൻ, യു ഡോണ്ട് ലുക്ക് ലൈക്ക് എ സൗത്ത് ഇന്ത്യൻ. ഈ സാധനമാണ്. കേരളത്തിൽ നിന്നാണ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോൾ അതായത് ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതം സംഭവിച്ച പോലെയാണ് ചില ആൾക്കാരൊക്കെ മുഖത്തെ എക്സ്പ്രഷൻ. ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കും, ഓ ബട്ട് യു മോർ ലുക്ക് ലൈക്ക് എ പഞ്ചാബി. എൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സോ സ്കിൻ ടോണോ എന്തുകൊണ്ടോ എന്നെ കാണുന്ന ഒരു 99% ഇന്ത്യക്കാർ പറയാറ് ഞാൻ പഞ്ചാബി എന്നാണ്. ആദ്യമൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നാറില്ല. പിന്നെ ഈ സെയിം കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നില്ലേ. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പഞ്ചാബിയിൽ സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ഈ കാര്യം ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നാറുണ്ട്. കാരണം ചില ആൾക്കാരുടെ കളറോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യാണ് നമ്മുടെ മനസ്സിൽ ഇയാൾ ഇന്ന പ്ലേസിൽ നിന്നായിട്ട് ഡയറക്റ്റ്ലി ആളോട് ആ ഭാഷയിൽ അങ്ങോട്ട് സംസാരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാനുള്ള ഒരു മാനേഴ്സിൽ അതുപോലും പല ആൾക്കാർക്കും ഇപ്പോഴും ആയിട്ടില്ല. അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. അതായത് ആസ് യൂഷ്വൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാസഞ്ചർ വന്ന് എൻ്റെ അടുത്ത് കുറച്ച് എൻക്വയറി കാര്യങ്ങളൊക്കെ നടത്തി. അതിനുശേഷം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓ ഐ യു ഫ്രം പഞ്ചാബ്, അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല പഞ്ചാബി എന്നല്ല. ഓ ഐ യു ഫ്രം ഗുജറാത്ത് ദെൻ. ഞാൻ പറഞ്ഞു അല്ല ഏട്ടാ അവിടെ നിന്നല്ല. പിന്നെ ഏതോ വേറൊരു സ്റ്റേറ്റിൻ്റെ പേരും കൂടി പറഞ്ഞു. അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഞാൻ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ്. ഓ റിയലി അയ്യോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഓ ബട്ട് യു ഗൈസ് ഹാവ് എ മോർ ബ്ലാക്ക് സ്കിൻ ഇസിൻ്റെ. സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നു. പക്ഷെ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് അങ്ങനെ അവരുടെ അടുത്ത് ആ ഒരു ഇത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആളോട് ചോദിച്ചു, ഹാവ് യു എവർ വിസിറ്റഡ് കേരള. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് നിങ്ങളിത് കൺക്ലൂഡ് ചെയ്യണേ. അപ്പോൾ ആൾ എന്നിട്ട് തന്നെ ഇങ്ങനെ നോക്കുന്നു. സോ മേ ബി ഐ എം ബീങ് എ റേസിസ്റ്റ്, അങ്ങനെ ആളെന്നെ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു അതെ യെസ് യു ആർ. അപ്പോൾ ഓ സോറി എന്ന് പറഞ്ഞിട്ടൊരു പോക്ക്. എന്നാ ആലോചിച്ച് നോക്കിയേ ഏത് കാലത്ത് നമ്മൾ ജീവിക്കണേ. എന്നിട്ട് ഇപ്പോഴും ആ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള ചിന്താഗതിയില്ലേ, അതായത് ഒരാളുടെ സ്കിൻ ടോണ് അല്ലെങ്കിൽ അയാളുടെ ലുക്ക് അനുസരിച്ച് അയാൾ ഇന്ന സ്ഥലത്തു നിന്നായിരിക്കുന്നു ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി ഇല്ലേ, അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവണില്ല.